ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള നമുക്ക് നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 1 വീക്ക് അവിടെ നിന്ന് ഫാമിലിയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും കണ്ടതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ജർമ്മനിയിലാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് ഫ്രാങ്ക്ഫർട്ടിലാണ്. കുറച്ച് കാലം ഇനി എന്തെങ്കിലുമൊക്കെ പഠിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. കുറേ കാലമായില്ലേ പഠിക്കാണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കൂടെയാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല, തണുപ്പ് ഇച്ചിരി കൂടുതലാണ് എന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് സ്ഥിതി ഇവിടുത്തെ. ഇനി നമുക്ക് കുറച്ച് ഇവിടെ നിന്നുള്ള വ്ളോഗും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. വേറെ ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ പോർഷൻ്റെ മ്യൂസിയത്തിലൊന്ന് പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഹൗസ് എവറിത്തിങ് ഗോയിങ് എന്നുള്ളത് ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിച്ചു തരാം. ഇതാണ് ബിലാൽ. ഹായ് ഹായ്. നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി. ഇപ്പോൾ ഇതാ രാവിലെ 6:30 മണി. ഇവിടുന്ന് കയറിയിട്ട് ഒരു ട്രാം കയറണം. ആ ട്രാം കയറിയിട്ട് പിന്നെ ഒരു ട്രെയിൻ കയറണം. എന്നാലേ നമുക്ക് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഏകദേശം ഒരു 11 മണിയാകുമ്പം അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഓരോരോ കാഴ്ചകൾ കാണിച്ചു തരാം. ഹൗസ് എവറിത്തിങ് ഗോയിങ് എന്നുള്ളത്. ബിലാൽ മുന്നിൽ നടക്കുന്നുണ്ട്, നമ്മളെ വഴികാട്ടിയായിട്ട്. നമ്മളൊരു അന്യരാജ്യത്തല്ലേ, വഴി അറിയില്ല, നാടറിയില്ല, നാട്ടുകാരറിയില്ല. എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സിനാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ മൂപ്പര് കല്യാണ ആവശ്യമായിട്ട് നാട്ടിലേക്ക് പോയതാണ്. ബിലാലെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ചു, ഞാനിപ്പോഴും പഠിച്ച് നടക്കുക. അധികവും ഉണ്ടായിരുന്നില്ല ഇയാള്, നിങ്ങളറിയായിട്ട്. ഇനി അധികവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതാ. ബിലാലെ നമ്മളെങ്ങോട്ടാ പോണെന്നുള്ളതൊന്ന് എനിക്ക് പറഞ്ഞെടുത്ത് ചിലപ്പോൾ നന്നാവും. ക്യാമറ തിരിഞ്ഞു. അല്ലേ നമ്മക്ക് വണ്ടിയല്ലേ പോണ്. നമ്മളെ നാട്ടിലെ ഫ്രണ്ട്സിനെയും നാട്ടിലെ പരിപാടികളും വീട്ടുകാരെയും എല്ലാവരെയും നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എന്തൊരു കാരണം ഉണ്ടാവുമല്ലോ. വിചാരിച്ച സമയം പരിപാടികളൊക്കെ നടത്തിക്കണം. ഞങ്ങളിപ്പോൾ ട്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എത്ര മിനിറ്റ് കണ്ടെത്തു? 2 മിനിറ്റോ? വീട്ടിൽ വരുന്ന കാണില്ലല്ലോ. ലേറ്റ് ആവുന്ന തന്നെ ഒരു സമയം പറയും. ഐസായി പോകും പുറത്തുനിന്ന്. കാര്യം ഇവിടെ പിന്നെ നമ്മൾ എവിടെ പോയാലും കുടുങ്ങൂല. എവിടെ ഇംഗ്ലീഷ് ഇല്ല. ഇങ്ങനെ ഇടയിലൊക്കെ എഴുതി വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരാഴ്ച ആയി ഇപ്പം ഇവിടെ എത്തിയിട്ട്. ഒരാഴ്ച ആയി ബിലാലെ ഞാൻ വന്നിട്ട്. ഒരാഴ്ച ഒന്നും പോയ വിവരം അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. അധികം ഒച്ചത്ത് സംസാരിച്ചുകൂടാ, ആൾക്കാരുള്ളതാണ് നമ്മുടെ കൂടെ. ഒച്ച പിടിച്ച് പുറത്താക്കും ഒച്ചിട്ടാൽ. അപ്പോൾ ഒരു മണിക്കൂർ ഈ ട്രെയിനിൽ നമ്മൾ ഇരിക്കണം. എന്നിട്ട് പിന്നെ എന്താ
മൊത്തം 3 മണിക്കൂർ. 1 മണിക്കൂർ വെയിൽ, ഞാൻ ട്രാൻസിറ്റ്, പിന്നെ 1 മണിക്കൂർ വേറെ ട്രെയിനിൽ, എന്നിട്ടോ ഇപ്പം 2 മണിക്കൂറല്ലേ ആവും. ഇവിടുന്ന് 1 മണിക്കൂർ 3 ട്രെയിൻ, ഇനി 2 ട്രെയിൻ കയറാൻ, ഇനി 2 ട്രെയിൻ കയറാണ്ട്. കയറുന്നതും വിശേഷങ്ങൾ കാണിച്ചു തരാം. കാണാം, ബിലാൽ ഭായിൻ്റെ കൂടെ ഞാനുണ്ട് കൂടെ. എന്നാലും 1 മണിക്കൂറിൽ എത്തിയിലിരിക്കണം. അപ്പം വെറുതെ ഇരിക്കണ്ടല്ലോ, പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉറങ്ങാം. അതാ ചെയ്യാൻ പറ്റുക. ഇതിന് ഞാൻ ക്യാമറ ഓണാക്കി നോക്കി ടെൻഷനാണ് ബിലാലെ. ശയ്യാണ് ഇതാ, അതൊക്കെ നമുക്ക് മാറ്റാം. എൻ്റെ പേരല്ലേ നടക്കണേ. എല്ലാവരും ബിലാലിന് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ കമൻറ്റ് ചെയ്യുക ഹൗസ് ബിലാലിനുള്ള. പക്ഷേങ്കിൽ നിങ്ങളൊക്കെ വിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോരാൻ കാരണം വേനാട്ടോ, അതും നിങ്ങൾ മനസ്സിലാക്കണം. ഇവൻ ഒറ്റടുത്ത കാരണം ഞാൻ ഇവിടെ എത്തി. ട്രെയിനിലിരുന്ന് മടുത്ത് ഇത്ര നേരമായിട്ട് 2 മണിക്കൂറോ. വ്യൂ കാണിച്ചു കൊടുക്കല്ലേ. ജർമ്മനി ഗ്രാമങ്ങളിലൂടെ ചെങ്ങായി ട്രോളുകൾ വരും. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ്. എൻ്റെ വേനി ഞങ്ങളിപ്പോൾ പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാർ ഗൈസിൻ്റെ അല്ലെങ്കിൽ കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈഫിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമ്മളെ വ്ളോഗിൻ്റെ ചെറിയൊരു ടച്ച് വിട്ടുപോയ ചെറിയൊരു കേസുണ്ട്. അതൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കണം. ഇനി മുന്നോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോകൾ ഇടാമെന്ന് വിചാരിക്കുന്നു. നാട്ടിലത്തെ വന്നില്ലല്ലോ, ഇവിടെ വെറുതെ ഇരിക്കല്ലേ. ഇപ്പം കാണാം, ഞാൻ ലാസ്റ്റ് ഇട്ട റീലില്ലേ, ആ റീല് അത്ര വൃത്തിയാക്കാനും അതിനെ ക്യാമറയുടെ ബാക്കിൽ നിന്നുകാൻ ഒരാൾ പണിയെടുത്തു. ആ ആളാണ് ഇയാൾ, ബിലാൽ ജോർജ് കുരിശിങ്കൽ. പറയാലോ, നല്ല തണുപ്പാ, ഒരു ഒഴിവില്ല, പുറത്തിറങ്ങിയ ഐസാവും. അഞ്ചായി തണുപ്പാ. 1 2 3 ഇതൊക്കെ ഞാൻ ഇവിടെ പിടിച്ചിരിക്കാൻ കഴിയൂല. ഗൈസ്, നേരത്തെ ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞ പോയി കുറച്ചധികം ഉറങ്ങിപ്പോയി. ജസ്റ്റ് മിസ്സാ. ഒബാനോഫ് എത്തിയപ്പോൾ എണീച്ച്, അല്ലേ ഏതോ രാജ്യത്ത് പോയി ഇറങ്ങിപ്പോയി. ഇനി ഏതായാലും ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് ഷോറൂമിലേക്ക് പോകണം. അടുത്തിരി ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ മാത്രം അല്ല, സ്റ്റുട്ട്ഗാർട്ടിൽ മാത്രമേ എന്തുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നു. ആ ഇവിടെ എസ് അപ്പറ അല്ലേ. അതായത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ സിറ്റിയിൽ മാത്രം ഈ എസ് ലോങ്ങിലേക്ക് പോകാനുള്ളത് കുറച്ച് അപ്പുറം പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ട് ഒടുക്കത്തെ തണുപ്പ്. ഓ അല്ല, എന്താ തണുപ്പ് ഈ ഇവിടെ മറ്റേ കുത്തുന്ന തണുപ്പ് ഇവിടെ ഇതല്ലേ തണുപ്പ്, ഇതല്ലേ തണുപ്പ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. ഞാനിപ്പോൾ ഈ തണുപ്പായിട്ട് യൂസ്ഡ് ആയിട്ടില്ല. ഇനി എപ്പോഴാണ് അധികമായിട്ട് യൂസ്ഡ് ആവുകയെന്ന് പഠിച്ചോനറിയാം.
ഏതായാലും വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയാം. പച്ച വരുമ്പോൾ കൂടി പോയാലേ പച്ച ട്രെയിനിൽ കൂടി പോകാൻ കഴിയുന്ന ഞാൻ ഇനി പച്ച വരുമ്പോൾ കൂടി തന്നെ നടക്കണമെന്നില്ല ബിലാലെ. ഇതിലെ കാട്ടങ്ങ് നടന്നുകൂടാട്ട് എത്തു. എസ്ബാൻ ഗ്ലേസ് 101.012. എന്ത് റൂൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന പച്ച വര വരച്ച് എനിക്ക് അയിമക്കൂടി തന്നെ നടക്കാനല്ല. പച്ച വര എനിക്കൊരു ഇത് തരിക, ഡയറക്ഷൻ തരിക, എന്നിട്ട് അയിമക്കൂടി തന്നെ നടക്കുക. ഇങ്ങനെ ഒരു റൂള് ഫോളോ ചെയ്യണ നാട്ടിൽ നിന്ന് ഇതൊന്നും കാണില്ല. നമ്മള് ഇന്റർനാഷണൽ അല്ലേതാ നാട് ഓടുമ്പോ അതല്ലല്ലോ ചേരനെ തിന്ന നാട്ടിൽ പോയ നടുക്കഷ്ണം തിന്നണമെന്നല്ലേ. അതിൽ കുറച്ച് വേക്കോട്ടാന്നാ അതല്ലേ നാടോടുമ്പോ നടുവേ നമ്മൾ ഓടണം. എന്തോ ആട്ടെ, അതിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കും കിട്ടാനില്ല ഞങ്ങൾക്കും കിട്ടാനില്ല. വെറുതെ അത് ആലോചിച്ച് പാട്ട് മറന്നു പോയി ടെൻഷൻ അടിക്കാന്നല്ലാണ്ട്. ഇവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബിൽഡിങ് വാങ്ങിയാലോ? ശരി ചെയ്യട്ടേന്നാ അല്ല ആർക്കിടെക്ചർ അതൊക്കെ. ബിലാലേ, നമ്മളിപ്പോ ഏടത്തിന്ന് പറയണോ അല്ലേ കാണിച്ചു കൊടുക്കണോ? അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഉള്ളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഹൗസ് എവറിത്തിങ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ തന്നെ എങ്ങനെ നോക്കിക്ക കുറേ നേരം. എന്താന്ന് വെച്ചാൽ ദേവിലാലേ നമ്മൾ വൺ ഓഫ് ദ ഡ്രീം ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കിട്ടി, ഇഷ്ടപ്പെട്ടാൽ പറയൂ. എന്തൊരു രസമോ നോക്കിക്കാൻ. അല്ലെങ്കിൽ പറയാൻ വന്നേ പറയും. വീടെത്തിയാ പിന്നെ ഇവിടെ ഇറങ്ങാൻ തോന്നൂലല്ലോ. അങ്ങനെയല്ലേ ഉണ്ടാവില്ല സാധാരണ. ET3 RS പഴയതുണ്ട്, ET3 RS പുതിയതുണ്ട്. ഇന്നസെന്റ് പറഞ്ഞ മാതിരി എത്ര കഴിച്ചാലും മതിയാവില്ല, എത്ര കണ്ടാലും മതിയാവില്ല. കണ്ടത് തന്നെ പിന്നെയും 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 കണ്ടോണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ ഇവിടുന്ന് ചെയ്യുന്ന പരിപാടികൾ. വേറെ പണിയില്ലല്ലോ അല്ലേ? നമുക്ക് ഏതിൻ്റെത് ചവിട്ടാമെന്നുള്ളത് Panamera GTS Porsche RS Spider. ഇനി നമുക്ക് Porsche ഡീസൽ സ്റ്റാൻഡേർഡ് നമ്മളെ ലോറിൻ്റെ സൗണ്ട് ചെയ്യും.
അങ്ങനെ അവർ വീഡിയോ കംസ് ടു ആൻ എൻഡ്. ഇതുപോലത്തെ നല്ല നല്ല വ്ളോഗായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അതുവരെയും ബായ്.